في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ പാണക്കാട് അമീദ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ ബഹുമാനമുള്ള CKM സാദിഖ് മുസ്ലിയാർ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ, കോഴിക്കോട് കാവി മുഹമ്മദ് വായ ജമീലി തങ്ങൾ, ബഹുമാനപ്പെട്ട KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ മഹാന്മാരായ നേതാക്കന്മാർ, സാദാത്തുക്കൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതാക്കൾ, അതിൻ്റെ പ്രവർത്തകർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് SKSF. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള സുന്നി യുവജന സംഘം, SMF, SKSF തുടങ്ങി ഏകദേശം 10-ലപ്പുറം ഉപസംഘടനകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ സംഘടനകളൊക്കെ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് എന്തിനാണ് ചോദിച്ചാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ വിശുദ്ധമായ ആശയം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സർവ പോഷക സംഘടനകളും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് ഈ സംഘടനകളൊക്കെ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഏതൊരു സംഘടനയും അതിന് പോഷക സംഘടനകൾ രൂപീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ മാതൃസംഘടനയുടെ ലക്ഷ്യവും അതിൻ്റെ ആശയവും അതിൻ്റെ ആദർശങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് അതിൽ നിന്നൊരു അണുമണി തൂക്കം വ്യതിചലിക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാത്രം സ്വീകരിച്ചു കൊണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള എല്ലാ പോഷക സംഘടനകളെയും നിയന്ത്രിക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണെന്നുള്ള അർത്ഥം. അല്ലാതെ മറ്റൊരു ശക്തിയല്ല ഇതിനൊന്നും നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊക്കെ ഒതുങ്ങി നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് പ്രവർത്തിക്കേണ്ട സംഘടനകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോഷക സംഘടനകളല്ല. ആ നിലക്ക് പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഒട്ടി നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന്
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് SKSF. ഈ SKSFിൻ്റെ പ്രവർത്തനം നമുക്കറിയാം. ഞാൻ ഏത് സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ SKSFിനെ പറ്റി എപ്പോഴും വളരെ പ്രശംസിച്ചുകൊണ്ട് പറയാറുണ്ട്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിൻ്റെ ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ ശക്തമായ നിലക്ക് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് SKSF. ഇന്നേ വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ട് മാത്രം പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് SKSF. എല്ലാ സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സർവ്വ സംഘടനകളും സർവ്വ ഉപസംഘടനകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ SKSFിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SKSFിൻ്റെ സംസ്ഥാന സെക്രട്ടറി സത്താർ പന്തല്ലൂർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ സമസ്ത കേരള SKSF നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരുപാട് പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ അവരിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനാവണം എപ്പോഴും എല്ലാ പോഷക സംഘടനകളുടെയും പ്രവർത്തനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങളെ കടന്നുകയറ്റം ഇവിടെ ഉണ്ടായപ്പോൾ പ്രത്യേകമായും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അന്ന് മഹാന്മാരാകുന്ന ഉസ്താദന്മാർ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കുമ്പോൾ അവർ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം നമ്മൾ വ്യതിചലിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ബിദഈ ആശയക്കാരുമായി ബന്ധപ്പെടുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിന് ശക്തമായ ഒരു വരമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വരമ്പിനെ ഒരു കാലത്തും വ്യതിക്കാൻ പാടില്ല. അതാണ് നമ്മളെ കുട്ടികളിപ്പോൾ ഇവിടെ ഈ ബിദഈ ആശയക്കാരുമായി ഇവിടെ വാദപ്രതിവാദം നടത്തി അവരെ വാദങ്ങളൊക്കെ ഒടിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ച് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇവിടെ അവർ വളരെ അഭിമാനത്തോടു കൂടി അവർക്ക് തലയുയർത്തി നിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നിട്ട് പൂർണ്ണമായിട്ടും വ്യതിചലിക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നതായ ആ ആശയങ്ങളെ അതിനെ പ്രചരിപ്പിക്കാനും അതിനെതിര് വരുന്നതായ ആശയങ്ങളെ പ്രതിരോധിക്കാനൊക്കെ മുൻകഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്നതായ നമ്മളെ ഉസ്താദന്മാർ അവർ സ്വീകരിച്ചതായ അതേ റൂട്ടിൽ കൂടി തന്നെ ഈ കുട്ടികളും സഞ്ചരിച്ചു. അപ്പോൾ മഹാന്മാർക്കുള്ള ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, ആ മുൻഗാമികൾക്കുള്ളതായ ആ ഹുദനോട് അവർ ഇവിടെ കാണിച്ചു തന്ന ആ മാർഗത്തിനോട് പിൻപറ്റിക്കൊണ്ട് പോവൽ മാത്രമാണ് നമ്മളെ വിജയത്തിലെ നിദാനം. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനൊരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് അങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ഇടപെടുന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഒരു പ്രത്യേക ഒരു പ്രഖ്യാപിത ലക്ഷ്യമൊന്നുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേക കൂറൊന്നും പുലർത്താതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതോടുകൂടി ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളോടൊക്കെ ചില പ്രത്യേക ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ആ നിലക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ രാഷ്ട്രീയ നയം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് മഹാന്മാരാകുന്ന നമ്മളെ മുൻഗാമികളാകുന്ന ഉസ്താദന്മാർ അവർ സ്വീകരിച്ചു പോകുന്ന അതേ നയത്തിൽ തന്നെയാണ് ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്നും ഒരു കാലത്തും വ്യതിചലിക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന ആ ഉസ്താദന്മാർ അവരിവിടെ വരച്ചു തന്നതായ വളരെ വ്യക്തമാവുന്ന ഒരു രേഖയുണ്ട്. ആ രേഖനെ മാത്രം പിൻപറ്റിക്കൊണ്ടാവണം നമ്മുടെ പ്രവർത്തനം. ഇന്ന് നമുക്കറിയാം ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ തകർന്നു പോവുകയാണ്.
ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ തബ്ലീഗ് ജമാഅത്തിനോട് ഒരു നല്ല പാർട്ടി അല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവലുണ്ടല്ലോ എപ്പോഴും. എന്താ അവരെ എതിർക്കാന്നൊക്കെ. എന്നാൽ അവരെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങൾ ഇന്ന് അവരെ സംബന്ധിച്ച് അവർ ഭീകരവാദികളാണെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. അവർ തീവ്രത സംഘടനക്കാരാണെന്നാണ് അവരെ സംബന്ധിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ സൗദി അറേബ്യ പോലും ആ സംഘടനയെ തള്ളിപ്പറഞ്ഞു. അവർ തള്ളി പറയുന്നതിൻ്റെ മുമ്പ് തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ ഉസ്താദന്മാർ അവർ വളരെയധികം ദീർഘവീക്ഷണമുള്ളവരും. അവർ ഓരോ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും അതിനെ വ്യക്തമായ നിലക്ക് അതിനെ അളക്കേണ്ടതായ അളവുകോൽ അവരെ കൈവശമുണ്ട്. ആ അളവുകോൽ കൊണ്ടിട്ടാണ് അളന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ ഇവിടെ ഏത് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചും, അത് കള്ള തരീഖത്തുകളാണെങ്കിലും ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് പഴച്ചതാണ്, കള്ള തരീഖത്താണെന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാവുന്നതായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ആ പിഴച്ച പാർട്ടികളൊക്കെ അളക്കാനുള്ളതായ ശരിയായ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വെച്ചുകൊണ്ടിട്ടാണ്, ആ അളവുകോൽ വെച്ചുകൊണ്ടിട്ടാണ് അതിനെ വിലയിരുത്തിയത്. ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരാവുന്നതായ നമ്മളെ മുൻഗാമികളായ ഉസ്താദന്മാർ ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, ഇവിടെ കള്ള തരീഖത്തുകാരെ സംബന്ധിച്ച്, അങ്ങനെ ഇവിടെ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ പേരിലായിക്കൊണ്ട് പല പ്രസ്ഥാനങ്ങളും ഇവിടെ പുറപ്പെട്ടു. അതിനൊക്കെ വളരെ വ്യക്തമായ നിലക്ക് അവരുടെ ആ വികലമായ ആശയങ്ങളെ ജനങ്ങളെ മുന്നിൽ തുറന്നു കാട്ടാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉലമാക്ക് സാധിക്കുകയും അവർക്കുള്ളതായ ആ പ്രവർത്തനങ്ങളൊക്കെ അത് വളരെ 100% അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ വിശുദ്ധമാവുന്നതായ ഒരു അടിത്തറ. ആ അടിത്തറമ്മലാണ് ഈ സംഘടന ഇവിടെ അവരെന്തായിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണങ്ങളാണ് നമ്മളൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സംഘടനകൾക്കും ഞാൻ എന്താണ് പറയുന്നത്, ഓരോ സംഘടനകൾക്കും ആ സംഘടനകളുടെ നയങ്ങളും അതിൻ്റെതായ ലക്ഷ്യങ്ങളും അതിൻ്റെതായ നിലപാടുകളൊക്കെ ഉണ്ടാവും. സമസ്ത കേരള ജമീയത്തുൽ ഉലമ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നിലപാട് പറയും, മുജാഹിദ് പ്രസ്ഥാനം അവരെ നിലപാട് പറയും, ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെ നിലപാട് പറയും, തബ്ലീഗ് ജമാഅത്ത് അവരെ നിലപാട് പറയും, രാഷ്ട്രീയക്കാരുടെ നിലപാട് പറയും. അപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നിലപാട് ആരെ മുന്നിലും പറയുന്നത് അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോടുള്ളതായ എന്തെങ്കിലും നിലക്കുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അതിനെ ഇകത്താനൊന്നും വേണ്ടിയല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ സർവ്വ ബിദഈ പ്രസ്ഥാനങ്ങളും എതിർക്കുന്നത് അത് വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിന്റെ യഥാർത്ഥ സ്വഭാവമല്ല അവരിലുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എതിർത്ത് ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവുക. പിന്നെ ബിദ്അഈ പ്രസ്ഥാനങ്ങളോട് കൂടിക്കൊണ്ട് നമ്മൾ ചെയ്താൽ അത് എത്രമാത്രം ഗൗരവമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ വഖറ അഹ്ല ബിദ്അത്തിന്റെ അഹ്ലുകാരെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ വിശുദ്ധമാവുന്ന ദീനിനെ പൊളിച്ചു കളയുക, ആ പൊളിക്കുന്നതിന്റെ മേൽ അവൻ സഹായിച്ചു. അതുകൊണ്ടുള്ള മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞു, ഒരാൾ ബിദ്അഈകൾ മാത്രമുള്ളതായ ഒരു സ്ഥാനത്ത് താമസിക്കുന്നവനാണെങ്കിൽ അവനവിടുന്ന് പെണ്ണെട്ടൽ സുന്നത്തുണ്ടോ ഇല്ല എന്നുള്ള ഒരു ചർച്ച. അവിടെ മഹാന്മാർ പറഞ്ഞു അവനവിടുന്ന് പെണ്ണെട്ടൽ സുന്നത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്ന് കുട്ടികളുണ്ടായിക്കാണെങ്കിൽ ആ കുട്ടികളും ബിദ്അഈ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ട് ബിദ്അഈ കുട്ടികളാവാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണം എന്നാ മഹാന്മാരാവുന്ന അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ദീനിന്റെ ഒരു വശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിച്ച്, കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് ആ കുട്ടികൾ പിന്നീട് ബിദ്അഈകളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ വളരെ ശക്തമായ ബിദ്അഈകളോടുള്ളതായ ആ സമീപനത്തിൽ അവർ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാവണം നമ്മുടെ SKSF കുട്ടികളെ നിങ്ങളൊക്കെ സ്വീകരിക്കുന്നതായ നിലപാട്. അപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അത് അതിൻ്റെ നയങ്ങൾ പറയും,
അത് ഏതെങ്കിലും ഒരു പാർട്ടിനുള്ള വിദ്വേഷം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുള്ള എതിര് കൊണ്ടിട്ടൊന്നല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജോലി അതാണ്. അത് ഇവിടെ ബിദഈകൾ ഇവിടെ വരുമ്പോൾ ആ ബിദഈ ആശയങ്ങളെ തുറന്ന് ജനങ്ങളെ മുന്നിൽ വിശുദ്ധമായ ദീനിനെ ഇവിടെ നിലനിർത്തുക. ആ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ ദീൻ, അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ആ മാനദണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് വിദ്യാർത്ഥി വന്നുകൂടുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മൾ സുന്നത്ത് ജമാഅത്തിനോടുള്ളതായ നമ്മുടെ ഒരു ആദരവ്, ബഹുമാനം അത് നമ്മളെ മനസ്സിലുണ്ടാവണം. ബിദഈ പ്രസ്ഥാനങ്ങൾ, കള്ളത്തരീഖത്തുകൾ, അവരോടുള്ളതായ ആ സമീപനം അത് പഴയ സമീപനത്തിൽ തന്നെ നമ്മൾ നിർബന്ധമായും കൊണ്ടിട്ടും ഉറച്ചു നിൽക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് SKSFന്റെ കുട്ടികളാണ്. കാരണം ഇങ്ങനത്തെ ബിദഈ ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടാനുള്ളതായ സാധ്യതകൾക്കുണ്ടായതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ ആശയത്തിലേക്ക് ബിദഈ ആശയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഒരു ബിദഈ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് ചാടാനുള്ളതായ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന മുമ്പ് കുത്തുബി തങ്ങളടക്കമുള്ള മഹാന്മാരാവുന്ന 6 പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഫത്വയുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ ആ നിലക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആ മുൻഗാമികൾ ഇവിടെ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാതെ അവരുടെ ആ ശരിയായ പാതയാണ് അവരുടെ ആ പാത മാത്രം പിൻപറ്റിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ എല്ലാ പോഷക സംഘടനകളെയും, അതിനൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകൾക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ ആരും നിർദ്ദേശം നൽകേണ്ട ആവശ്യമില്ല. അതിനാവശ്യമാവുന്ന നിലക്കുള്ള നിർദ്ദേശം നൽകാനും അതിനെ ശരിയായ റൂട്ടിൽ കൂടി നയിക്കാനൊക്കെ കഴിവുള്ളതായ നേതാക്കന്മാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ. അപ്പം അതുകൊണ്ട് ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അതിൻ്റെ മഹാന്മാരാവുന്നതായ അതിൻ്റെ മശായിഖന്മാർ എങ്ങനെയാണോ അതിനെ നയിച്ചിട്ടുള്ളത് അതുപോലെ ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോകാനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. SKSFന്റെ ഈ വളർച്ച അത് വല്ലാത്തൊരു വളർച്ചയാണ്. ഏതൊരു സംഘടനയും അതിൻ്റെ തുടക്കത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. SKSF ഒക്കെ അങ്ങനെ തന്നെ. അത് അതിൻ്റെ മുമ്പ് നമുക്കൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ആ സംഘടന സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകമായി ബന്ധപ്പെട്ട ആളുകളിൽ പെട്ടതാണ് ഞാനൊക്കെ. അന്ന് അതിനെ വളർത്തിക്കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ അത് വളർന്ന് വലുതായി അതൊരു മറ്റൊരു പക്ഷത്തിൻ്റെ കയ്യിലായി. രണ്ടാമത് നമുക്ക് വിദ്യാർത്ഥികൾക്കൊരു സംഘടന വേണമെന്ന് നമുക്ക് തോന്നിയപ്പോൾ രണ്ടാമതുണ്ടാക്കിയ സംഘടനയാണ് SKSF. അതിൻ്റെ തുടക്കത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വളർത്താനും മുന്നേൽക്കതിനെ കൊണ്ടുവരാനും ഒക്കെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചവരാണ് SKSFന്റെ പഴയ നേതാക്കന്മാരും. അന്ന് ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതായ മഹാന്മാരാവുന്ന പല ഉസ്താദന്മാരും. അപ്പൊ അവരെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ഞാൻ ആളുകളൊന്നും എടുത്തു പറഞ്ഞില്ല. അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ആ പിളർപ്പിന്റെ കാലഘട്ടത്തിലൊക്കെ രാത്രി പാതിരാക്ക് 2 മണി 3 മണി വരെ ഉറപ്പൊഴിച്ചുകൊണ്ട് എന്തെങ്കിലും 1 2 അല്ലെങ്കിൽ 5 10 ഉറുപ്പിക കിട്ടാൻ വേണ്ടിയല്ല അവരൊന്നും അധ്വാനിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിട്ട് ലേഖനങ്ങൾ എഴുതി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒപ്പം കൂടി നിന്നും കൊണ്ട് പ്രവർത്തിച്ചതായ പല നേതാക്കന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ആ നിലക്കുള്ള വലിയ സാഹസം ചെയ്തുകൊണ്ടിട്ടാണ് സമസ്ത കേരള SKSFനെയും അതിൻ്റെ നേതാക്കന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അതൊന്നും ചെറുതായി കാണാതെ മുൻഗാമികൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് സംഘടന ഈ നിലക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന്, ആ സംഘടനന്റെ ഐക്യവും അതിൻ്റെ ആ ഭദ്രതയൊക്കെ തകർക്കണ നിലക്കുള്ള ഒന്നും ആരിൽ നിന്നുണ്ടാവാൻ പാടില്ലെന്നും, അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെയൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും അവരൊന്നും വെറുതെ വിടൂല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.